ആകാശവാണി. അമ്മ ഒന്നും മറക്കുന്നില്ല. നാടകരചന എം രാജേന്ദ്രപ്രസാദ്. ശബ്ദസാന്നിധ്യം എം.ആർ. ഗോപകുമാർ, പി.സി. സോമൻ, കെ.പി.എസ്.സി. ലീലാകൃഷ്ണൻ, ഹരികുമാരൻ തമ്പി, വി.എസ്. അജയൻ, നെടുമങ്ങാട് അനിൽ, എസ്. രാധാകൃഷ്ണൻ, ആനന്ദവല്ലി, ദേവി, ഗ്രേസി കരമന, മാസ്റ്റർ സി.ജി. ആനന്ദ്, മാസ്റ്റർ വിഷു എസ്. പരമേശ്വർ. സംവിധാനം രാജേശ്വരി മോഹൻ. അമ്മ ഒന്നും മറക്കുന്നില്ല. എന്തായി? എന്താകാനാ? ആയമ്മ തിരിച്ചു പോകാറായി. 80-നടുത്ത് എത്തിയില്ലേ? ആരാ ആയമ്മ? ആരാ? സ്വാതന്ത്ര്യ സമര സേനാനി, പ്രമുഖ സാമൂഹ്യ പ്രവർത്തക. ഓ, സ്വാതന്ത്ര്യ സമര സേനാനിയ? അതെ, കേട്ടിട്ടില്ലേ? തലമുറകളുടെ വ്യത്യാസം ഇതാണ്. ഒരു തലമുറയുടെ ആവേശവും ആദർശവുമായിരുന്നു അവർ. ത്യാഗസമ്പന്നരായിരുന്നവരെ മറക്കുന്നതും തള്ളിപ്പറയുന്നതുമാണല്ലോ ഇപ്പൊ പുരോഗതി. പ്രഭാരമേനോൻ വരുന്നുണ്ട്, അറിയുമോ? സുഭദ്രാമേനോന്റെ സഹോദരനാണ്. ആ, എല്ലാരും ഉണ്ടല്ലോ. ഏതോ ചാനൽക്കാരൻ വന്നു എന്ന് കേട്ടു, അയാളെ നോക്കി വന്നതാ. സർ, ഒരു നിമിഷം. സുഭദ്രാമേനോൻ എങ്ങനെയുണ്ട്? നിങ്ങളാണോ ചാനൽക്കാരൻ? അല്ല, ഞാൻ പത്രപ്രവർത്തകനാ. ഓഹോ. ഒന്ന് മറക്കേ. ഹലോ സർ, ഞാനാണ് സിറ്റി ന്യൂസ് ചാനലിലെ റിപ്പോർട്ടർ. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പ്രവർത്തകയും വയോവൃദ്ധയുമായ സുഭദ്രാ മേനോൻ ബാത്റൂമിൽ കാലുതെറ്റി വീണതിനെ തുടർന്ന് ഈ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. ശ്രീമതി സുഭദ്രാ മേനോന്റെ ഏക സഹോദരൻ പ്രഭാകര മേനോൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. മിസ്റ്റർ പ്രഭാകര മേനോൻ, ശ്രീമതി സുഭദ്രാ മേനോന്റെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ആശങ്കാജനകമാണോ? ആശങ്കയുടെ സമയം കഴിഞ്ഞിട്ടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 48 മണിക്കൂർ കൂടി ഒബ്സർവേഷനിലാണ്. ബാത്റൂമിൽ വീണ് അബോധാവസ്ഥയിലായ സുഭദ്രാ മേനോനെ ആശുപത്രിയിലാക്കി 3 ദിവസം കഴിഞ്ഞ് മാത്രമാണ് ബന്ധുക്കൾ തിരിഞ്ഞു നോക്കിയതെന്ന് കേൾക്കുന്നു. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് പിന്നെ ആർക്ക് എന്താണ് പറയാൻ പറ്റാത്തത്? ഞാൻ ചേച്ചിയെ ദിവസവും പോയി നോക്കുന്നതാ. ഒരാഴ്ചയായി പോകാൻ ഒത്തില്ല. പേരക്കുട്ടിയുടെ ഒരു അഡ്മിഷൻ പ്രശ്നത്തിന് മന്ത്രിയെ കാണാൻ പോയതാ. ചേച്ചിയെ നോക്കാൻ ഒരു പെൺകുട്ടി നിർത്തിയിട്ടുണ്ട്. അതൊരു എരണം കെട്ടതാ. ഒരു മര്യാദയില്ല, ബഹുമാനവും ഇല്ല. അവർ പറഞ്ഞില്ല. പിന്നീട് ചേച്ചിയുടെ അടുത്ത ഫ്ളാറ്റിലെ ആൾക്കാർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. സുഭദ്രാ മേനോന്റെ മക്കൾ 2 ആൺമക്കളാ. 2 പേരും യുഎസിലാ. മൂത്തവൻ ഭഗത്, ഇളയവൻ സുഭാഷ് ചന്ദ്രൻ. ഭഗത് ഡോക്ടറാ, സുഭാഷിന് ബിസിനസ്സും. 2 പേരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. വരുമോ എന്നുറപ്പില്ല. വലിയ തിരക്കാണെന്നേ. സ്വാതന്ത്ര്യ സമര സേനാനി, സാമൂഹ്യ പ്രവർത്തക, സമ്പന്നരായ മക്കൾ. എന്നിട്ട് എന്താ അവസാന കാലത്ത് ഒരായയുടെ അലിവിൽ. അമ്മായി ബാത്റൂമിൽ വീണോന്ന് വെച്ച് ഇവിടേക്ക് എടുത്തോണ്ട് വരണ്ട. എനിക്ക് പറ്റില്ല നോക്കാൻ. അച്ഛന്റെ കാര്യം ഞാനല്ലേ നോക്കുന്നത്. അതിന്റെ കൂടെയാ വയസ്സായ മറ്റൊരാൾ കൂടി. ചേട്ടനാണെ സമ്മതിക്കത്തില്ല. അച്ഛനറിയാലോ, ചേട്ടൻ പറയുന്നതും എനിക്ക് കേൾക്കണം. അല്ല, ഭഗത്തിന്റെയും സുഭാഷ് ചന്ദ്രന്റെയും സംസാരത്തിൽ അങ്ങനെ ഒരു സൂചനയുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നിർബന്ധിച്ചാൽ എനിക്ക് പറയാൻ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ളവരെ നോക്കാനാണല്ലോ വൃദ്ധസദനങ്ങൾ. 10 ലക്ഷമോ മറ്റോ ഡെപ്പോസിറ്റ് നൽകണം. അവർ ചെലവാക്കട്ടെ. ഉണ്ടല്ലോ, സ്വന്തം അമ്മയല്ലേ. നേരിട്ട് വന്ന് ഏർപ്പാടുകൾ ചെയ്തിട്ട് പോകാമല്ലോ. കാണാമല്ലോ വരുന്നത്. 2 പേരെ എനിക്കറിയാം, പ്രത്യേകിച്ച് സുഭാഷ് ഏട്ടൻ. അച്ഛനും അതൊക്കെ അറിയാവുന്നതാണല്ലോ. ശരിയാ. സുഭാഷ് ചന്ദ്രൻ നിന്നെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ ചേച്ചി അനാഥയെ പോലെ ഇങ്ങനെ കഴിയേണ്ടി വരില്ലായിരുന്നു. ചേച്ചിക്ക് ഇവിടെ താമസിക്കാമായിരുന്നു. അവൻ അവന്റെ കാര്യം നോക്കി പോയി. ഇനിയിപ്പോ അവരുടെ അമ്മയുടെ കാര്യം അവര് തന്നെ തീരുമാനിക്കട്ടെ. അല്ല, അമ്മായി ജനിച്ചു വളർന്ന വീടാണെന്ന് അവകാശം പറഞ്ഞു വരുമോ? എന്തവകാശം? ചേച്ചിയുടെ ഷെയർ മുഴുവൻ കൊടുത്തതാ. അതൊക്കെ വിറ്റ് തുലച്ചു. നാട് നന്നാക്കാൻ, നാട്ടുകാരെ നന്നാക്കാൻ. അളിയനും കണക്കായിരുന്നു. ഭാരത പര്യടനം, ഗ്രാമോദ്ധാരണം. ഒടുവിൽ ബീഹാറിലെ ഏതോ ഒരു ഗ്രാമത്തിൽ കിടന്ന് മരിച്ചു. പിന്നെ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ചേച്ചി നിർത്തിയോ? ഇതിനിടെ ചേച്ചി എത്ര പ്രാവശ്യം ഇവിടെ വന്നു? കുടുംബ വീട് എനിക്ക് ഷെയറായി ലഭിച്ചതാ.
80 വയസ്സായ സുഭദ്രാമേനോനെ നോക്കാൻ ഇളയ സഹോദരന് ബാധ്യതയില്ലേ എന്ന് നാട്ടുകാര് ചോദിക്കുമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മോളെ, സുഭദ്രാമേനോനെ നാട് മുഴുവൻ അറിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നാരും അറിയില്ല. മരിച്ചു കിടന്നാൽ പത്രത്തിലൊരു ഫീച്ചർ വരും, അതല്ലെങ്കിൽ ഒരു സിംഗിൾ കോളം വാർത്ത. സ്വാതന്ത്ര്യ സമര തീജ്വാലയിലേക്ക് 15-ാം വയസ്സിൽ എടുത്തു ചാടിയ ബാലിക, സ്വാതന്ത്ര്യ സമര ഭടൻ കരുണാകരമേനോന്റെ ഭാര്യ, രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ പ്രിയ ശിഷ്യ എന്നൊക്കെ ആരെങ്കിലും എഴുതി പിടിപ്പിച്ചേക്കാം. എന്നാലും എത്ര പേർ അറിയും, തിരിഞ്ഞു നോക്കും? ആശുപത്രി കിടക്കാൻ തുടങ്ങിയിട്ട് 4-5 ദിവസമായല്ലോ. സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകം അവകാശപ്പെടുന്നവർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരുണ്ടല്ലോ. ആരെങ്കിലും എത്തി നോക്കിയോ? നാട്ടുകാരറിയാത്ത സ്വാതന്ത്ര്യ സമര ഭടനെ വീട്ടുകാരും മറക്കും. മക്കൾക്ക് അമ്മയെ വേണ്ട, അത്രയും വരില്ലല്ലോ എന്റെ ഉത്തരവാദിത്തം. ഡോക്ടർ, എനിക്കിനി പോകാലോ? ഓഫ് കോഴ്സ് മാം, ബട്ട് സർട്ടൻ കണ്ടീഷൻസ്. അതെന്താ? 1, മരുന്ന് കൃത്യമായി കഴിക്കണം. പിന്നെ ബെഡ് റെസ്റ്റ് നിർബന്ധം. പഴയല്ല. എല്ല് മാത്രമല്ല, ഈ ശരീരവും. ഈ ശരീരം കൊണ്ട് എനിക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഇനിയും എന്തെങ്കിലും ചെയ്യാൻ ബാക്കി കിടപ്പുണ്ടെങ്കിൽ ഇതിങ്ങനെ പോകും. മരുന്നിന്റെ കാര്യം മാലിനി നോക്കിക്കൊള്ളും. ആ മാലിനി മാഡത്തിനെ വലിയ കെയറായിരുന്നു ആ കുട്ടിക്ക്. വെറും ഒരു ഹോം നഴ്സിനെ പോലെയൊന്നുമല്ല, സ്വന്തം മോളെ പോലെ ആ കുട്ടി മാഡത്തിനെ നോക്കിയത്. ആ കുട്ടി അങ്ങനെയാ. ഓക്കെ മാം, അപ്പോ ഡിസ്ചാർജ് പേപ്പേഴ്സ് വേഗം തന്നെ ശരിയാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ആഴ്ച ഒന്ന് വിളിക്കണം കേട്ടോ. താങ്ക് യു ഡോക്ടർ. ഓക്കെ, സീ യു. കുട്ടി ഭയന്നുപോയോ? എനിക്കതല്ലാതെ എന്താകും? 3 ദിവസം ബോധമില്ലാതെ എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ എല്ലാവരും എന്നെ പഴിക്കുമായിരുന്നു. അതോർത്താണോ? അതല്ല, എനിക്ക് സഹിക്കാനായില്ല. എന്റെ അടുത്ത ആരോ കൈവിട്ടു പോകുന്നത് പോലെ. ഇങ്ങു വാ കുട്ടി, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. നീ എനിക്ക് ആരാ? അമ്മേ, കുട്ടി എനിക്ക് മോള് തന്നെ. കഴിഞ്ഞ ജന്മമെങ്കിലും നീ എനിക്ക് മോളായിരുന്നിരിക്കണം. ഈ ജന്മത്തിലും നീ എനിക്ക് മോളായി പിറക്കേണ്ടവളായിരുന്നു. വേണ്ടമ്മേ, ഇതാണ് എന്റെ പുണ്യം. മകളായിരുന്നെങ്കിൽ ഞാനും മാറിപ്പോവായിരുന്നു. അമ്മ എന്നെ പഠിപ്പിച്ച് ഉന്നത നിലയിൽ എത്തിക്കുമായിരുന്നു. പിന്നെ എനിക്കെവിടെ അമ്മയെ നോക്കാൻ സമയം? ഞാൻ മറ്റൊരു വയറ്റിൽ പിറന്നവളായതുകൊണ്ട് സ്വന്തം അമ്മയെ പോലെ എനിക്കിപ്പോ അമ്മയെ സ്നേഹിക്കാനും പരിചരിക്കാനും കഴിയുന്നുണ്ടല്ലോ. എല്ലാ മക്കളും ഒരുപോലെ പഴി കേൾക്കുന്നവരാകില്ല. ചില മക്കളെങ്കിലും നന്ദി കെട്ടവരായിരിക്കുമെന്ന ഞാനിപ്പോ പഠിച്ച പാഠം. ഹരിത, മറ്റുള്ളവരിൽ കുറ്റം കാണാൻ എളുപ്പമാണ്. പക്ഷേ അവർക്ക് ഒരുപാട് റീസൺസ് കാണും, ന്യായീകരണങ്ങളും. হাওয়ার পথে পথে মুকুল গলে ঝরে আমি। ഹലോ ഹലോ ഹലോ, സുഭദ്രമേനന്റെ ഫ്ലാറ്റ് അല്ലേ? അതെ, ഞാൻ ഭഗത്, അമേരിക്കയിൽ നിന്നാണ്. കുട്ടി ആരാ? ഞാൻ ഹോം നഴ്സാണ്, മാലിനി. അമ്മ ഇല്ലേ? മയക്കത്തിലാ, സ്ട്രോങ് മെഡിസിൻസാ, അതിന്റെ എഫക്റ്റാ. ഇപ്പോൾ എങ്ങനെയുണ്ട്? പെയിൻ ഉണ്ട്, തനിയെ നിവർന്നിരിക്കാനൊന്നും വയ്യ. ഒരാഴ്ചയെങ്കിലും ബെഡ് റെസ്റ്റ് വേണം. ആരാ?
ആരോടാ കുട്ടി ഇതൊക്കെ പറയുന്നത്? അമേരിക്കയിൽ നിന്നാ, ഭഗത് സാറാ. ഭഗത്തോ? എന്റെ മോനാ, മൂത്തവൻ. ഇനിതാ. അമ്മ ഉണർന്നു, ഞാൻ ഫോൺ കൊടുക്കാം. മോനെ, നീ വിളിച്ചൂലോ. നിന്റെ ശബ്ദം അമ്മയൊന്ന് കേൾക്കട്ടെ. മോന് സുഖല്ലേ? ഇവിടെ തിരക്കാമ്മേ. തിരക്കൊഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കരുതിയതാ. പിന്നെ അമ്മാവൻ വിളിച്ചിരുന്നു. അമ്മയ്ക്ക് കാര്യമായ അസുഖമൊന്നുമില്ലല്ലോ, അമ്മാവൻ പറഞ്ഞു. ആ, ഒന്ന് വീണു, ഒന്നും പറ്റിയില്ല. പഴയല്ലേ, ഇപ്പോഴും നല്ല ഉറപ്പാ. പണ്ട് ബ്രിട്ടീഷുകാരന്റെ പോലീസ് ലാത്തിക്ക് പൊതിരെ തല്ലിയിട്ടും പൊട്ടാത്തയല്ല. ഈ പ്രായത്തിൽ ബാത്റൂമിൽ വീഴുന്നത് നല്ലതല്ല. അറിഞ്ഞുകൊണ്ട് വീണതല്ലോ. 3 ദിവസം ബോധമില്ലായിരുന്നു, പിന്നീടാ അറിഞ്ഞത്. ആ, ഞാൻ അറിഞ്ഞിരുന്നു. മോനെ, നിങ്ങളെ എന്നാ ഒന്ന് കാണുന്നത്? അമ്മയെ വിട്ടുപോയിട്ട് 8-9 വർഷമായില്ലേ? ശരിക്കും 9 വർഷം 2 മാസം 16 ദിവസം. അമ്മ ദിവസങ്ങൾ എണ്ണി നീക്കുക. നിങ്ങൾ പോയ നാൾ മുതൽ 8ാം നിലയിലെ ഈ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കല്ലല്ലോ, ഹോം നേഴ്സ് ഇല്ലേ? ഉണ്ട്. മാറി മാറി വരുന്ന ഈ കുട്ടികൾ. അമ്മയ്ക്കറിയില്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ. ലീവ് എടുക്കാൻ ഗവൺമെന്റ് ജോബല്ല, പ്രൈവറ്റ് പ്രാക്ടീസാ. അന്നയാണെങ്കിൽ ഫുള്ളി എൻഗേഡ്. പിന്നെ കുട്ടികളുടെ സ്കൂളിംഗ്. ആ, നെക്സ്റ്റ് ജൂലൈയിൽ ഈസ്റ്റേൺ കൺട്രീസിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ട്. അപ്പോ നാട്ടിൽ വരാം. സുഭാഷ് ചന്ദ്രനോടും പറയാം, അവന് നോക്കട്ടെ. അമ്മ അന്ന് വരെ ജീവിച്ചിരിക്കോ മോനെ? നിന്റെ മക്കൾ, അവരെ ആരെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് സ്പർശിച്ചിട്ടില്ലല്ലോ, ഒരു ഉമ്മ നൽകിയിട്ടില്ലല്ലോ. ഓ, യു ആർ ബിക്കമിങ് ടു സെന്റിമെന്റൽ. ഇല്ല മോനെ, അമ്മ അത്തരം ചെറിയ ചെറിയ വികാരങ്ങൾക്കെല്ലാം അതീതയാണിപ്പോൾ. എങ്കിലും ഞാൻ നിന്നെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നത്. ഞാൻ ഭഗത് സിംഗ്. സുഭാഷേ, മോനോ? ഞാൻ അമ്മയുടെ മോൻ സുഭാഷ് ചന്ദ്രൻ. അവൻ എപ്പോഴും എന്റെ ചെല്ലക്കുട്ടിയാ. മോൻ എന്തിനാണ് സുഭാഷ് ചന്ദ്രൻ എന്ന പേരിട്ടെന്നറിയാമോ? അറിയാം, സുഭാഷ് ചന്ദ്രബോസിനെ പോലെ രാജസ്നേഹിയാകാൻ. നമ്മുടെ രാജ്യമാണ് മക്കളെ നമ്മുടെ സ്വത്ത്. ഭഗത് സിംഗിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും പോലുള്ള എത്രയെത്ര ധീരദേശാഭിമാനികൾ പോരാടിയാണെന്നറിയാമോ ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്? അച്ഛനും അമ്മയും ബോംബ് എറിഞ്ഞിട്ടുണ്ടോ? ഏയ് ഇല്ല മോനെ. മഹാത്മജി പറഞ്ഞത് അഹിംസയാണ്. അച്ഛനും അമ്മയും ഹിംസയെ സ്നേഹിച്ചിട്ടില്ല. എന്നാ എനിക്കൊരു ബോംബ് തരൂ, ഞാനറിയാം ബ്രിട്ടീഷുകാർക്കെതിരെ. വേണ്ട വേണ്ട, ഇനി ബോംബ് വേണ്ട മോനെ. ഭഗത്ത് വളരുമ്പോ പോരാടാൻ നാട്ടിലെ ദാരിദ്ര്യമുണ്ട്, നിരക്ഷതയുണ്ട്, ചൂഷണമുണ്ട്. അതിനെതിരെ ശബ്ദമുയർത്തണം, പോരാടണം. ഞാൻ അച്ഛനെ പോലെയാവും, നാടിനു വേണ്ടി പോരാടും. അതാണ് വേണ്ടത്. നമ്മുടെ നാടിനെ സ്നേഹിക്കണം, നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കണം. കുഞ്ഞു സുഭാഷ് എന്ത് ചെയ്യും? അച്ഛനെ പോലെ ടീച്ചറാകും. ടീച്ചറാകാൻ പഠിക്കണം, സ്കൂളിൽ പോണം. അച്ഛനും അമ്മയും ബീഹാറിലേക്ക് പോയാ മോൻ ചേട്ടനോടൊപ്പം സ്കൂളിൽ പോണം. അമ്മ പോയാലേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, പഠിക്കാനും. ചേട്ടനുണ്ടാവുമല്ലോ, ഇല്ലേ ഭഗത്? സുഭാഷിനെ മോൻ നോക്കില്ലേ? അച്ഛൻ ഇവിടെ ടീച്ചർ ആയിക്കൂടെ? എങ്കിൽ ഞങ്ങൾക്കും അച്ഛന്റെ സ്കൂളിൽ പഠിക്കാമല്ലോ. ഇവിടെ പോലല്ല മോനെ ബീഹാർ. സ്കൂൾ എന്താണെന്നറിയാത്ത ആയിരക്കണക്കിന് കുട്ടികളാണ് അവിടെ. അവരെ പഠിപ്പിച്ച് മിടുക്കരാക്കണ്ടേ നമ്മുടെ നാടിനു വേണ്ടി? അച്ഛൻ പൊയ്ക്കോ, അമ്മ പോയാ പിന്നെ എനിക്കാരാ കഥ പറഞ്ഞു തരിക? എന്റെ കുഞ്ഞെ, അമ്മയ്ക്ക് നിന്നെ പിരിയാൻ വയ്യ മോനെ. പക്ഷേ അമ്മയോട് പൊറുക്കും മോനെ. എന്റെ കുഞ്ഞ് കരയരുത്. അമ്മ പോണ്ട മോനെ.
ഹലോ. ഹലോ അമ്മേ, ഞാനാ സുഭാഷ്. മോനെ, എന്റെ കുഞ്ഞെ സുഭാഷേ, നീ എന്തേ വിളിക്കാത്തതെന്ന് അമ്മ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്റെ മോൻ അമ്മയെ മറന്നില്ലല്ലോ. മാസങ്ങൾക്ക് ശേഷമല്ലേ നിന്റെ ശബ്ദം കേൾക്കുന്നത്. തിരക്കായിരുന്നു അമ്മേ, ബിസിനസ് പ്രോബ്ലംസ്. അതിരിക്കട്ടെ, അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ആർ യു ഓൾ റൈറ്റ്? ശബ്ദത്തിൽ ചെറിയൊരു ക്ഷീണമുണ്ട്. ക്ഷീണമുണ്ട്, മരുന്നുകൾ തളർത്തുക. അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. Another 20 years you will be a centenarian. Cheer ma. ചിരിക്കാൻ വയ്യ മോനെ. നീ വിചാരിക്കും പോലല്ല. I am too tired. My days are counted. അങ്ങനെ ഒന്നും പറയണ്ടമ്മ, എല്ലാം ശരിയാവും. അമ്മയ്ക്ക് വയസ്സായി മോനെ. നിന്നെ കാണണമെന്ന് കലശലായ മോഹം. മൈ ലാസ്റ്റ് വിഷ്. വരാം, ഞാൻ വരാം. നോക്കട്ടെ, പറ്റിയാൽ നെക്സ്റ്റ് മന്ത്, അല്ലെങ്കിൽ അതുവരെ അമ്മ കാണില്ല നിന്നെ കാണാതെ. അമ്മ എന്റെ കാര്യത്തിൽ വളരെ പൊസസീവാ. കുട്ടിക്കാലത്തും അങ്ങനെയായിരുന്നു കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോ ലൈഫ് വല്ലാത്തൊരു സ്ട്രഗിൾ ആണമ്മേ. ഇവിടെ കോമ്പറ്റീഷൻ ടഫാ. ഒരു നിമിഷം മാറി നിന്നാ മതി, വലിയ വലിയ അസൈൻമെന്റുകളാ നഷ്ടമാവുക. IT മേഖല അത്ര കോമ്പറ്റീറ്റീവാ. പക്ഷേ ഒരമ്മയ്ക്ക് മകനെ കാണണമെന്ന ആഗ്രഹത്തിന് ഇതൊന്നും വിലങ്ങുതടിയല്ല. അല്ല, എനിക്കറിയാം അമ്മ. പക്ഷേ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുമ്പോ അമ്മയ്ക്ക് എന്നെ പിരിയാൻ വയ്യാത്തൊരു കാലം ഉണ്ടായിരുന്നു. എനിക്കന്ന് 6 വയസ്സ്. പക്ഷേ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നപ്പോ അമ്മ പോയില്ലേ, അച്ഛനൊപ്പം ബീഹാറിലേക്ക്. അന്ന് എനിക്ക് അമ്മയെ കെട്ടിപ്പിടിച്ചല്ലാതെ ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. എന്നിട്ടും അമ്മ പോയി. 2 വർഷം അമ്മയുടെ വരവും കാത്ത് ഉറങ്ങാത്ത രാത്രികൾ. പക്ഷേ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്തില്ലേ. ശരിയാ കുഞ്ഞെ, ശരിയാ. പക്ഷേ എനിക്ക് നിന്നെ കാണാതെ വയ്യ. ഒരു തവണ കൂടി, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നീ എന്റെ അടുത്ത് വേണം. എന്റെ വർഗീസേ, നമ്മള് വയസ്സായവരുടെ ഓരോരോ ആഗ്രഹങ്ങളെ മക്കളൊക്കെ ചിറകുറച്ചപ്പോ പറന്നുപോയി. എന്നാലും ആഗ്രഹിക്കാലോ അവരെ അടുത്ത് വേണോന്ന്. അവനവന്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് ആഹാരം കണ്ടെത്തണമെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നേ. ആഹാരം തേടിയുള്ള പരക്കം പാച്ചിലല്ലയോ. അപ്പൊ അവർക്ക് അതിന്റെ തിരക്കും ഉത്തരവാദിത്വങ്ങളും കാണുമെന്ന് കൂട്ടിക്കോ, അല്ലയോ മേരിയേ? ദേണ്ട ചായ, ഈ വിശദീകരണം കൊണ്ടൊന്നും ഒരമ്മയുടെയും മനസ്സിന് ആശ്വാസം കിട്ടത്തില്ല കേട്ടോ. അത്രയ്ക്ക് സ്നേഹമാ ഓരോ അമ്മമാരും മക്കൾക്ക് വാരിക്കോരി കൊടുക്കുന്നത്. അത് അച്ചായന് അറിയത്തില്ലയോ? ഈ പിള്ളാരോ അവരൊട്ടത് തിരിച്ചറിയത്തുമില്ല. പ്രകൃതി അങ്ങനെയാ. നീരൊഴുക്ക് ഒരിക്കലും മുകളിലേക്കുണ്ടായില്ലല്ലോ. എങ്കിലും നമ്മള് വയസ്സാകുമ്പോ ആഗ്രഹിച്ചു പോകുന്നു. പക്ഷേ ഫോഴ്സ് ചെലുത്തിയുള്ള സ്നേഹത്തിന് ബലം ഉണ്ടായില്ല മേരി. അത് പിന്നെ സുഭദ്രാമ്മ എപ്പോഴും മക്കളെ ന്യായീകരിച്ചേ സംസാരിക്കും. ഒരമ്മയും മക്കളെ തള്ളിപ്പറയില്ല. അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ മേരി എത്ര പ്രാവശ്യം മക്കളെ ശപിക്കണമായിരുന്നു. നമുക്കൊന്നും അതാകില്ല. നമുക്ക് സ്നേഹിക്കാനേ പറ്റൂ. അതിന് പകരമായി അവര് നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം നൽകുന്നു. അതും ചെയ്യാത്ത മക്കൾ എത്രയാ. ചെയ്യുന്നതിന് കണക്ക് പറയുന്നവര്. ചവിട്ടി നിൽക്കാൻ മണ്ണില്ലെങ്കിൽ എന്താ, ഉറച്ച കോൺക്രീറ്റ് തറയും സുരക്ഷിതമായി ഉറങ്ങാൻ 4 ചുവരുകളും അതിരിൽ ആകാശവുമുള്ള ഒരു ഫ്ലാറ്റ് അവരെനിക്ക് വാങ്ങി തന്നില്ലേ. ഇതിനൊക്കെ ഞാൻ അവരോടല്ലേ കടപ്പെടേണ്ടത്. പണത്തിൽ തീരുന്ന ബന്ധങ്ങൾ അല്ലയോ? ഇക്കാര്യത്തിൽ ഞങ്ങളും സുഭദ്രാമ്മയുടെ വഞ്ചി തന്നെ. നമുക്കൊന്നിച്ചങ്ങ് തുഴയാം. ഇങ്ങനെ മിണ്ടിയും പങ്കുവെച്ചും
ആശ്വസിപ്പിച്ചും. വിനോദ്, ഞാൻ പറയുന്നത് വിചിത്രമായി തോന്നാം, എങ്കിലും എന്റെ ഒരു ബോധ്യമാണത്. ജീവിതത്തിൽ എല്ലാം നേരത്തെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. നമ്മൾ ഓരോരുത്തരും അതിലേക്ക് എത്തിച്ചേരുന്നേ ഉള്ളൂ. ആ തള്ളയുടെ കൂടെ കൂടി നിനക്കും ഭ്രാന്തായി. ഈ ഭ്രാന്തിനൊരു സുഖമുണ്ട്. ഞാൻ എത്രയോ വൃദ്ധരുടെ ഹോം നേഴ്സായി. അവരോടൊന്നും തോന്നാത്ത ഒരു മമത, സ്നേഹം, അലിവ്, എന്താ അതിന് പറയേണ്ടത്? ജീവിതത്തിന് ഒരർത്ഥമുണ്ടെന്ന തോന്നൽ ആ സ്നേഹം എനിക്ക് ഉണ്ടാക്കി തന്നു. ഒരു നന്മ ചെയ്യുന്നതിന്റെ തൃപ്തി. അല്ലെങ്കിലും എന്റെ സ്നേഹം നിനക്കെന്താണ്? ഇത് രണ്ടും രണ്ടാണ് വിനോദ്. ആയമ്മയ്ക്ക് ആരുമില്ല, മക്കളുണ്ട്, എന്നാൽ ആരുമില്ലാത്ത അവസ്ഥ. ആയമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം ഒരു മകളോടെന്ന പോലെ. ആ, അത് പിന്നെ സമയാസമയത്തിന് ആഹാരം കൊടുക്കുന്നവരോടൊരു നന്ദി കാണുമല്ലോ. നീ പോയാൽ അവർ വലയും. അത് ഉണ്ടാകാതിരിക്കാനുള്ള അടവാ ഈ സ്നേഹം. ഞാൻ പോയാൽ മറ്റൊരു ഹോം നേഴ്സ്. 15 വർഷത്തിനിടയിൽ ഞാൻ 5ാമത്തെ ആളാ. മക്കൾ മറന്നേ പോയ ആയമ്മയ്ക്ക് അനാഥയാണെന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ എനിക്ക് വയ്യ. നീ അവരുടെ ജീവിതത്തെപ്പറ്റി മാത്രം എന്തിനു ചിന്തിക്കണം? നിന്റെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കൂ, നമ്മുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കൂ. നമ്മുടെ വിവാഹം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അല്പം കൂടി സാവകാശം വേണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. മാലിനി, ബി സീരിയസ്. ഹോം നേഴ്സിന്റെ ഈ പണി നീ കള. നിനക്കും എനിക്കും ജീവിക്കാനുള്ള ശമ്പളം എന്റെ ജോലിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. വിനോദ്, എന്റെ ജോലി എപ്പോ വേണമെങ്കിലും കളയാവുന്നതാണ്. അതിന് സ്ഥിര സ്വഭാവമൊന്നുമില്ല. പ്രശ്നം അതല്ല. ഞാനിപ്പോൾ ഒരു ഹോം നേഴ്സ് മാത്രമല്ല. ആ സ്ത്രീ പറഞ്ഞു പറഞ്ഞ് നിന്നെ പാട്ടിലാക്കി. നീ ഒന്ന് മനസ്സിലാക്കണം. നീ മതിയാക്കി എന്ന് വെച്ച് അവർക്കൊന്നും പറ്റില്ല. മറ്റൊരാളെ അവർക്ക് കിട്ടും. കിട്ടും, എത്ര വേണമെങ്കിലും കിട്ടുമായിരിക്കും. പക്ഷേ ഇപ്പോ എന്റെ സാമീപ്യം, സ്നേഹം ആയമ്മയ്ക്ക് അത് ആവശ്യമുണ്ട്. ഒരുപക്ഷെ എന്റെ ജീവിതം കൊണ്ട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമാവും അത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. നീയാണ് തീരുമാനിക്കേണ്ടത്. ഒന്നുകിൽ അവർ, അല്ലെങ്കിൽ ഞാൻ. ദേ ഇങ്ങോട്ട് നോക്ക്, ഒരാഴ്ചത്തെ സമയം. ആ വിനോദ്, അറം പറ്റുന്ന വാക്കുകളൊന്നും പറയണ്ട. ഞാനും കാത്തിരിക്കല്ലേ. വിവാഹം വെറുതെ നീട്ടിക്കൊണ്ടു പോവാൻ ഏത് പെണ്ണ ആഗ്രഹിക്കുക? അതും അവൾ സ്നേഹിക്കുന്ന പുരുഷനുമൊത്തുള്ള വിവാഹം. ഇത് പിടിവാശിയാണ് മാലിനി. അല്ല വിനോദ്, വിനോദ് എന്നെ സ്നേഹിക്കുന്നു എന്നതാ എന്റെ സന്തോഷം. അതെനിക്കൊരു സുരക്ഷാ ഫീലിംഗ് തരുന്നുണ്ട്. എന്റെ സ്നേഹം വിനോദിന് മാത്രമാണ്. അതിന് സംശയമൊന്നുമില്ലല്ലോ. നീ വേറൊരുത്തന്നെ പ്രേമിച്ചു നോക്ക്, അപ്പോ കാണാൻ ഞാൻ ആരാണെന്ന്. ദേ ഇങ്ങോട്ട് നോക്ക്, രണ്ടിനെയും കൊത്തി നുറുക്കി കടലിലെറിയും. പോടാ. আমার আর হবে না দেরি, আমি শুনেছি ওই বাজে তোমার മാലിനി, അമ്മ പറഞ്ഞോളൂ. എനിക്കൊന്ന് ഉയർന്നിരിക്കണം. എത്ര നേരം വെച്ചിട്ടാ ഒരേ കിടപ്പ്. കുട്ടി, 1-2 തലേണ എടുത്ത് ചാരി വയ്ക്ക്. ബാക്ക് പെയിൻ ഉണ്ടാവും. തലേണ പോലും വെക്കാതെ നേരെ കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ പലതും പറയും. ഈ കിടപ്പ് എന്നെ രോഗിയാക്കുന്നുണ്ടോന്നാ സംശയം. ചെറിയ വേദനയൊക്കെ സഹിക്കാൻ കുട്ടിയെ. ഈ കിടപ്പ് അസഹ്യമായി. അമ്മ കൈ എന്റെ കഴുത്തിലൂടെ ഇട്ട് പിടിച്ചോ, ഞാൻ ഉയർത്താം. അങ്ങനെ. കുട്ടി പറഞ്ഞത് ശരിയാ, വേദനയുണ്ട്. നട്ടലിനകത്ത് നിന്ന് സൂചി കുത്തുന്ന പോലെ. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. സാരമില്ല, തലേണ ഒന്നുകൂടെ പൊക്കി വെച്ചോ. ഈശ്വരാ, ഇനി ഞാൻ ഇങ്ങനെ ബാക്കി എന്തൊക്കെ അറിഞ്ഞു, അനുഭവിച്ചു, ഇനിയും അനുഭവിക്കാനുണ്ടാവും. അമ്മ എന്തിനാ ഇങ്ങനെ ദുഃഖിക്കുന്നത്? ഞാൻ അടുത്തുണ്ടല്ലോ, എന്താവശ്യത്തിനും. കുട്ടി എനിക്കൊരു സഹായി മാത്രമാണോ?
മകളല്ലേ? സത്യത്തിൽ അമ്മയുടെ അടുത്തെത്തിയപ്പോ ഈ വയറ്റിൽ ജനിച്ചിരുന്നെങ്കിലും നാശിച്ചു പോയിട്ടുണ്ട്. അമ്മയുടെ സ്നേഹം, അറിവ്, സമൂഹത്തെ അപ്പാടെ സ്നേഹിക്കാനുള്ള മനസ്സ്. കുട്ടിക്കറിയോ, ഓരോ ജന്മത്തിന് പിന്നിലും ഓരോ രഹസ്യമുണ്ട്. അമ്മ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാവൂ. ഇതൊന്നും വലിയ കാര്യങ്ങളല്ല, പക്ഷേ പലരും തിരിച്ചറിയുന്നില്ല. സ്നേഹിക്കാനാണ് നാം ഒക്കെ ഈ ഭൗതിക ലോകത്തിൽ ജന്മമെടുക്കുന്നത്. നമ്മുടെ ആത്മാവ് ആ തീരുമാനവുമായാണ് ഓരോ തവണയും ഓരോരോ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. സ്നേഹം അനുഭവിക്കാൻ, സ്നേഹിക്കാൻ ഓരോരുത്തർക്കും ഓരോ റോൾ. ആത്മാവ് ഓരോ അറിവ് നേടുകയാണ്. പൂർണ്ണതയിലെത്തിയ ആത്മാക്കൾക്ക് പിന്നെ പുനർജനിയില്ല, മോക്ഷമാണ്. മഹാത്മജി അങ്ങനെ ഒരു പുണ്യാത്മാവായിരുന്നു. ആ പുണ്യാത്മാവിനെ അടുത്ത് കാണാനും കേൾക്കാനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുമായതാണ് എന്റെ പുണ്യം. എന്റെ ആത്മാവ് തെരഞ്ഞെടുത്തത് അങ്ങനെ ഒരു റോളാണ്. കുട്ടിയുടേത് ഇതും. അപ്പോൾ അമ്മയെ മറന്ന മക്കളാകാനാണോ അമ്മയുടെ മക്കളുടെ ആത്മാക്കൾ ഈ ജന്മം കൊണ്ടത്? ആയിരിക്കാം. അതായിരിക്കാം അവരുടെ റോൾ. അവർക്കത് ആടിത്തീർത്തേ പറ്റൂ. എന്റെ മക്കൾ എന്നെ ഓരോ അനുഭവം പഠിപ്പിക്കുകയാകാം, സ്നേഹത്തിന്റെ ഓരോ പാഠം. പക്ഷേ അത് വല്ലാത്ത കഠിനമാണ്. 15 വർഷം കഴിയുന്നു. 6 വർഷത്തിന് ശേഷം ഭഗത് അന്ന് അമേരിക്കയിൽ നിന്നെത്തിയിരുന്നു. സുഭാഷും ഭഗത്തിനൊപ്പം പോയി. അന്ന് തുടങ്ങിയതാണ് ഈ ഒറ്റപ്പെടൽ. അമ്മ, എനിക്ക് പോയേ പറ്റൂ. US നല്ലൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ എഞ്ചിനീയർ എന്ന് പറയുന്നത് നിസ്സാര ജോലിയല്ല. നിങ്ങൾ പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറുമായി. നിങ്ങളുടെ ബുദ്ധിക്ക് വില പറയാൻ ആളുകളും ഉണ്ടായി. നാട് നിങ്ങൾക്ക് വേണ്ടതായി. നിങ്ങളുടെ അച്ഛനും ഞാനും ഒക്കെ യൗവനം ബലി കൊടുത്ത് ഒരു അധിനിവേശ രാഷ്ട്രത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്ത നാട്. നാട് വേണ്ടാതായതുപോലെ ഇപ്പോൾ ഈ ഞാനും. അമ്മേ, അമ്മ കരുതും പോലെ ഒന്നുമില്ല. എനിക്ക് എല്ലാ കൊല്ലം വരാനാകും. ഭഗത്ത് പോകുമ്പോഴും ഇത് തന്നെ പറഞ്ഞിരുന്നു. എന്നിട്ട് വന്നതോ ഇപ്പൊ 5 വർഷത്തിന് ശേഷം. അവിടെ നിന്ന് അവൻ വിവാഹം ചെയ്തു. ആ കുട്ടിയെ കൂടെ കൊണ്ടുവരാമായിരുന്നല്ലോ, എനിക്കൊന്ന് കാണാൻ. വേരുകൾ അറ്റുപോവുകയാണ്. നാടിനോട് സ്നേഹം വേണം. നാം എവിടെയാണോ അതാണ് നമ്മുടെ നാട്. എന്റെ പോളിസി അതാണ്. അല്ലാതെ ഈ സെന്റിമെന്റ്സിലൊക്കെ എന്താണ് അർത്ഥം? ഇവിടെ എന്താണുള്ളത്? ദാരിദ്ര്യം മുറുകെ പിടിച്ച് പൈതൃകത്തിൽ ഊറ്റം കൊള്ളുന്ന ഒരു ജനത, കുറെ നൊസ്റ്റാൾജിക് ഫീലിംഗ്സ്, വാല്യൂസ് പോലും. ലോകം അപ്പാടെ മാറുകയാണമ്മേ. ആഗോളവൽക്കരണത്തിന്റെ കാലമാണിത്. ഒരൊറ്റ ലോകത്തിലേക്കുള്ള പ്രയാണം. ശക്തനായവന്റെ നുകത്തിന് കീഴിൽ പിടലി വെച്ചു കൊടുക്കാനുള്ള ഓട്ടം. അതിനെതിരെയായിരുന്നു മോനെ ഞാനും അച്ഛനും ഒക്കെ പോരാടിയത്. അന്നതൊരു ആവശ്യമായിരുന്നു. ഇന്നോ മണി ഈസ് എവറിത്തിങ്. മണി റൂൾസ് ദ വേൾഡ്. ഇഫ് യു ഹാവ് മണി യു ക്യാൻ ഹാവ് എ ലൈഫ്, ഓർ യു ആർ എ ബിഗ് സീറോ. ഞാൻ തടയാൻ ആളല്ല. എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനല്ലേ അറിയൂ. സുഭാഷേ, കുഞ്ഞെ, അമ്മ നിന്റെ ഒരാഗ്രഹത്തിനും എതിരല്ല. പക്ഷേ ഒന്ന് എപ്പോഴും ഓർക്കണം, ഈ അമ്മ നിങ്ങളെ എപ്പോഴും കാത്തിരിക്കുന്നുവെന്ന്. എന്റെ അമ്മേ, അമ്മയുടെ ഒരു കാര്യം. അമ്മയോടുള്ള സ്നേഹം എനിക്ക് എപ്പോഴെങ്കിലും കുറയുമോ? അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോ അറിയിച്ചോ, ഞാൻ ഉടനെത്തും. 2 ദിവസത്തെ യാത്ര, അത്രയല്ലേ ഉള്ളൂ. ഞാൻ നോക്കിട്ട് വരാം. ആ അങ്കിളോ, വർഗീസ് അങ്കിളും ആന്റിയുമാ. വരാല്ലോ അല്ലയോ? ഈ വീട്ടിലേക്ക് എപ്പോഴും സ്വാഗതം ചെയ്യപ്പെടുന്നവരല്ലേ നിങ്ങൾ? അല്ല, ഗൗരവമുള്ള വല്ല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയാണെങ്കിലോ എന്ന് കരുതിയാ. ഗൗരവമുള്ളത് തന്നെയാ. വർഗീസും മേരിയും ഇരിക്കെ. സുഭാഷ് ഭഗത്തിനൊപ്പം US പോകുന്നു. വിസയും മറ്റും ഇവർ ശരിയാക്കി കഴിഞ്ഞു. എന്റെ ഇഷ്ടമല്ല, അവരുടെ ഇഷ്ടം. ഞാൻ തടസ്സം പറയുന്നത് സ്വാർത്ഥതയാകും.
എന്റെ ജീവിതം ഏതാണ്ട് തീരാറായി. അവന്റെ ജീവിതത്തിന് ഞാൻ വിലങ്ങുതടിയാകാൻ പാടില്ലല്ലോ. സുഭദ്രാമ ഇവിടെ ഒറ്റയ്ക്ക് കഴിയുമോ ഈ പ്രായത്തില്? അതേപ്പറ്റി ആലോചിച്ചു. പ്രഭാകരൻ മാമൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അമ്മാമൻ സമ്മതിച്ചാൽ അമ്മയ്ക്ക് കുടുംബത്ത് കഴിയാം. അമ്മ ജനിച്ചു വളർന്ന വീടാകുമ്പോൾ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല. ഒക്കെ അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ഇനി അനുസരിക്കേ വേണ്ടൂ. അമേരിക്കയ്ക്ക് പോരാൻ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ? ഇനിയാണെങ്കിൽ സുഭാഷ് ചന്ദ്രനും അവിടുണ്ട്. ഞങ്ങൾക്കൊപ്പം അമ്മയ്ക്ക് മാറി മാറി താമസിക്കാം. പക്ഷെ അമ്മയ്ക്കത് സമ്മതമല്ല. എന്റെ നാടിതാണ്. എന്റെ വീടും ഇവിടമാണ്. ഇതെന്റെ രക്തത്തിൽ കലർന്ന വികാരമാണ്. എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ മണ്ണിന്റെ ഗന്ധമാണ്. ഈ മണ്ണ് നൽകുന്ന ഓർമ്മകളാണ്. അല്ല, എല്ലാവരും ഗൗരവത്തിലാണല്ലോ. ഞാൻ പോകുന്ന കാര്യമാണ്. ആ, അതാണ് നല്ലത്. ഇവിടെ കിട്ടുന്നതിന്റെ എത്ര ഇരട്ടിയാ അവിടെ കിട്ടുന്നത്. കുറച്ചു കാലം കഴിഞ്ഞിട്ട് തിരിച്ചു പോരാമല്ലോ. അപ്പോ ചേച്ചിയായിട്ട് വിറ്റുകളഞ്ഞ വീട് സ്ഥലവും ഒക്കെ തിരിച്ചു വാങ്ങുകയും ആകാം. പ്രഭാകരന്റെ വാക്കുകളിൽ ഒരു മുനയുണ്ടല്ലോ. അമ്മേ, അമ്മാമ്മയോട് ഒരു കാര്യം ഗൗരവമായി ആലോചിക്കാനുണ്ടായിരുന്നു. ഓ, ആയിക്കോട്ടെ. ഞാനായിട്ട് ഗൗരവം കളയുന്നില്ല. ഞാൻ കൂടി പോകുന്നതോടെ അമ്മ ഇവിടെ ഒറ്റയ്ക്കാകും. ആകുമല്ലോ. നിങ്ങൾ രണ്ടു മക്കളല്ലേ ചേച്ചിക്കുള്ളൂ. കുടുംബത്ത് അമ്മയെ കൂടി താമസിപ്പിച്ചാൽ അമ്മയ്ക്കും ഞങ്ങൾക്കും അതൊരാശ്വാസമാകുമായിരുന്നു. കാര്യം ഇത്രയ്ക്ക് ഗൗരവമുള്ളതായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് ചേച്ചിയോട് സ്നേഹക്കുറവൊന്നുമില്ല. ചേച്ചി അവിടെ വന്ന് 1-2 ദിവസം താമസിക്കുന്നതിലും എനിക്ക് വിരോധമില്ല. ഇത് പക്ഷേ എത്ര നാളെന്ന് വെച്ചാ? 1 വർഷം കഴിഞ്ഞാൽ ഞാൻ ലീവിന് വരും. നീ വന്നേക്കും. ഇവൻ പോയിട്ട് വന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാ? ആ, അത് പോട്ടെ. നീ ലീവിന് വന്നാ തിരിച്ചു പോയില്ലേ? അപ്പോ ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ചേച്ചിയെ നോക്കണമെന്ന്? അവിടെ വേണ്ടത്ര മുറികളുണ്ടല്ലോ. പിന്നെ അമ്മയുടെ കാര്യം നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വയ്ക്കാം. ഓഹോ, അപ്പോ 2 പേർക്ക് താമസിക്കാൻ സൗകര്യം വേണം. ഒരു മുറി മതിയാകും. മുറി 1 മതിയെന്ന് വെക്കാം. പക്ഷെ അസൗകര്യം പിന്നെയുണ്ടല്ലോ. അതെന്താ? നിനക്കറിയാമല്ലോ സുഭാഷേ, അവിടെ ബാത്ത് അറ്റാച്ച്ഡ് മുറികൾ 3 എണ്ണമാ ഉള്ളത്. ഒന്ന് ഞാൻ കിടക്കുന്ന മുറി, മറ്റൊന്നിൽ പത്മാവതിയും ഭർത്താവും, 3-ാമത്തേതിൽ കുട്ടികൾ. ഒരു ബാത്ത് അറ്റാച്ച്ഡ് മുറി ഇല്ലാതെ എങ്ങനെയാ? കോമൺ ബാത്ത് പുറത്താ. രാത്രികളിൽ അത് ബുദ്ധിമുട്ടാകില്ലേ? പോരെങ്കിൽ പുലി പോലൊരു നായയാ അവിടെ ഉള്ളത്. രാത്രിയിൽ അപരിചിതരെ ആരെങ്കിലും കണ്ടാ കടിച്ചു കീറിക്കളയും. ഒരു ബാത്റൂമിന്റെ കാര്യമാണെങ്കിൽ അതിന്റെ എക്സ്പെൻസ് ഞാൻ മീറ്റ് ചെയ്യാം. അതിനവിടെ സൗകര്യമില്ല. പുറത്തേച്ച് കെട്ടിയാ വൃത്തികേടാ. പുറത്ത് വേണ്ട മാമ, ബെഡ്റൂമിനോട് ചേർന്ന് ചെറിയൊരു മുറിയുണ്ടല്ലോ, ഒരെണ്ണം ബാത്റൂം ആക്കാമല്ലോ. അതൊന്നും ശരിയാകില്ല സുഭാഷേ. മേനോ സാറ് പറഞ്ഞത് ബാത്റൂമിന്റെ പ്രശ്നമല്ലയോ? അത് പണിയാൻ ഭാഗത്ത് തയ്യാറുവാ. അപ്പോ പിന്നെ എന്നതാ? വർഗീസേ, നിങ്ങൾ അയൽക്കാരനാണ്, അഭിപ്രായം പറയാമെന്ന് തന്നെ വെച്ചോ. പക്ഷേ എന്റെ വീട്ടിൽ കക്കൂസ് പണിയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. അപ്പോ സുഭദ്രാമ്മയെ അവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്ന്? അതെ, അത് തന്നെ. അതെ, നിങ്ങളെ ഒരു കഥയുണ്ടല്ലോ, സൂചി കുത്താൻ പോലും ഇടം കൊടുക്കത്തില്ല എന്ന്. അതുപോലെ അല്ലയോ? ഭഗത്തെ, എനിക്ക് 60 വയസ്സായി. ചേച്ചി എന്നെക്കാൾ 5 വയസ്സിനാ മൂത്തത്. എന്റെ കാര്യം നോക്കാൻ തന്നെ എനിക്കിപ്പോ ബുദ്ധിമുട്ടാ. പിന്നെ എങ്ങനാ എന്നെക്കാൾ ആരോഗ്യം കുറഞ്ഞ ചേച്ചിയുടെ കാര്യം ഞാൻ നോക്കുന്നേ? വേണ്ട പ്രഭാകര, നീ ബുദ്ധിമുട്ടണ്ട. ഞാനായി ഇറങ്ങിപ്പോന്ന വീടല്ലേ, ഇനി ഞാൻ അവിടേക്കില്ല. അതാണ് അതിന്റെ ശരി. എന്റെ മേനോ സാറേ, പറയാതിരിക്കാൻ ഒക്കാത്തോണ്ട് പറയുക. ഇത് മനുഷ്യത്വം ഇല്ലായ്മയാ. ഓ, എനിക്കല്പം മനുഷ്യത്വം കുറവാണ്. നിങ്ങൾക്കുണ്ടല്ലോ. അയൽപക്കമല്ലേ, നിങ്ങൾ നോക്കിക്കോ. ആ, ഞങ്ങൾ നോക്കും. സാർ അതിൽ സംശയിക്കൊന്നും വേണ്ട, അല്ലയോ അച്ചായ? പിന്നല്ലാതെ. കുട്ടിക്ക് എന്നോടെന്തോ ചോദിക്കാനുണ്ടല്ലോ. കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുക. എന്താ കുട്ടി, പറഞ്ഞോളൂ. അമ്മേ, അത് വിവാഹമാണോ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ പ്രധാന പ്രശ്നം? എന്തേ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം? എന്റെ കുട്ടിക്ക് വല്ല കല്യാണാലോചനയുണ്ടോ? ഇല്ല,
അതല്ല, കുട്ടി എന്തോ മറയ്ക്കുന്നുണ്ട്. പറഞ്ഞോളൂ, അമ്മയ്ക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. അത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. വിനോദ് എന്നാ പേര്. എനിക്കും ഇഷ്ടമാണ്. വിവാഹത്തിന് നിർബന്ധിക്കുന്നു. പിന്നെന്താ വൈകിക്കുന്നത്? അത് പക്ഷേ എനിക്കിപ്പോ എന്താ കാര്യം? സാമ്പത്തികമാണോ? അയ്യോ, അതല്ല. പിന്നെ അത് അമ്മയെ വിട്ടു പോവാൻ എനിക്കത് ആലോചിക്കാൻ തന്നെ വിഷമം. മോളെ, വേണ്ട കുട്ടി. ഈ വൃദ്ധയ്ക്ക് അങ്ങനെ ഒരു മനോവേദന ഉണ്ടാക്കണ്ട. എന്റെ മക്കൾക്കില്ലാത്ത പരിഗണന കുട്ടിക്ക് എന്തിനാ? അമ്മേ, നിന്റെ ജീവിതം നിനക്കുള്ളതാ, എന്റേത് എനിക്കും. നാം ഓരോരുത്തരും ഓരോ ഘട്ടത്തിലൂടെ അത് ജീവിച്ചു തീർക്കേണ്ടതാണ്. ഒന്നും നിഷേധിക്കാൻ നമുക്ക് അവകാശമില്ല. ഒരാഴ്ചക്കുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാനാകെ... എന്റെ കുട്ടി, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആ തീച്ചൂളയിലായിരുന്നു അല്ലേ? ഞാനത് കണ്ടില്ല. നിന്റെ സന്തോഷത്തിന് ഞാനൊരു വിലങ്ങുതടിയാവോ? കുട്ടിക്കത് പറയാമായിരുന്നല്ലോ. ആട്ടെ, ആ വിദ്വാനെ ഒന്ന് കാണണമല്ലോ. ഒന്ന് വരാൻ പറയൂ, മുൻകൂട്ടി കാണാലോ. പക്ഷേ അമ്മയെ വിട്ട് എനിക്ക് പോകേണ്ടി വരില്ലേ? അതൊന്നും കുട്ടി ഇപ്പൊ ആലോചിക്കണ്ട. അയാളോടൊന്ന് വരാൻ പറയൂ. എന്റെ കണ്ണടയും മുമ്പ് അങ്ങനെ ഒരു പുണ്യകർമ്മത്തിനു കൂടി സാക്ഷിയാകാലോ. അമ്മ എന്താ ഓർക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. ഈയിടെയായി കുട്ടി എന്റെ മനസ്സ് വായിക്കുന്നു. കേൾക്കട്ടെ, എന്തായിരുന്നു എന്റെ മനസ്സിൽ? അമ്മയുടെ ഇളയ മകൻ, അമ്മയ്ക്ക് ഏറെ വാത്സല്യമുള്ള സുഭാഷ് ചന്ദ്രൻ സാറ്. എന്താ അല്ലേ? ഞാൻ എന്റെ കൗമാരക്കാലം ഓർക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹം, കുട്ടികളുടെ അച്ഛൻ കരുണാകര മേനോൻ. ഗാന്ധിജിയെ ആദ്യമായി കണ്ടത് എനിക്കന്ന് 15 വയസ്സാ. ഭാരതം മുഴുവൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ തിളച്ചു മറിയുന്ന കാലം. ബ്രിട്ടീഷുകാർ നീതി പാലിക്കുക. പൂർണ്ണ സ്വരാജ് അനുവദിക്കുക. ഉപ്പു സത്യാഗ്രഹം സിന്ദാബാദ്. ഗാന്ധിജി സിന്ദാബാദ്. ഗാന്ധിജി സിന്ദാബാദ്. അന്നാണ് മഹാത്മജി കോഴിക്കോട് എത്തിയത്. ഞങ്ങൾ വിദ്യാർത്ഥികളും ക്ലാസ് ഉപേക്ഷിച്ച് മഹാത്മജിയുടെ പ്രസംഗം കേൾക്കാൻ പോയി. ഭാരത് മാതാ കി ജയ്. മഹാത്മാഗാന്ധി की जय. पंडित जी की जय. उन्होंने देखा कि मैं तो बहनों का दोस्त हूँ, बहनों का सेवक हूँ. बहनें भी मेरे आने के बाद बहुत बहनें बाहर निकल गई. അതാണ് എന്റെ ജീവിതത്തെ വഴിതിരിച്ചു വിട്ടത്. പിന്നീട് പ്രക്ഷോഭങ്ങൾ, സത്യാഗ്രഹങ്ങൾ, ഉത്തരേന്ത്യൻ യാത്രകൾ. ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു രാജ്യത്തിനാകെ: സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം. भारत माता की जय. भारत माता की जय. हिंदुस्तान अमर रहे. हिंदुस्तान अमर रहे. हिंदुस्तान अमर रहे. हिंदुस्तान अमर रहे. ദണ്ഡിയിലെ ഉപ്പു സത്യാഗ്രഹ പ്രക്ഷോഭത്തിന് ഞാനുണ്ടായിരുന്നു. ദണ്ഡിയിൽ വെച്ചായിരുന്നു കരുണാകര മേനോനെ കാണുന്നത്. ഞങ്ങൾ സഹസമരക്കാരായിരുന്നു. ബ്രിട്ടീഷ് പോലീസ് സമരക്കാരെ തല്ലി ഓടിച്ചു. കൂടുതൽ മർദ്ദനമേൽക്കാതെ എന്നെ പോലീസിൽ നിന്ന് രക്ഷിച്ചത് അദ്ദേഹമാണ്. അന്നേ നിങ്ങൾ വിവാഹം കഴിച്ചോ? സ്വാതന്ത്ര്യ സമരത്തിനിടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ നേരം എവിടെ? സ്വാതന്ത്ര്യം കിട്ടി. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞായിരുന്നു വിവാഹം. അദ്ദേഹം പലപ്പോഴും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലായിരുന്നു. മഹാത്മാ ആഗ്രഹിച്ചതുപോലെ
ഗ്രാമങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല. എനിക്കും അദ്ദേഹത്തോടൊപ്പം പോകാനായിരുന്നു ആഗ്രഹം. അങ്ങനെ 10 വർഷത്തിന് ശേഷം ബീഹാറിലേക്ക്. ഭഗത്തിന് അന്ന് 10ഉം സുഭാഷിന് 6 വയസ്സായിരുന്നു. ബീഹാറിൽ 2 വർഷം. അവിടെ വച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. എന്റെ മുന്നിൽ വച്ച്. മഞ്ഞപ്പിത്തമായിരുന്നു. സുഭദ്രേ, എല്ലാം കൈവിട്ടു പോവുകയാണ്. എന്റെ ആത്മവിശ്വാസം തകരുന്നു. അരുത്. രോഗത്തെ കീഴടക്കാൻ മരുന്ന് മാത്രം പോരാ, മനഃശക്തിയും വേണം. രോഗം ആവർത്തിച്ചു വരുന്നത് നല്ല സൂചനയല്ല. ഡോക്ടർ അതല്ലേ പറഞ്ഞത്? പെട്ടെന്ന് നാട്ടിലെത്താൻ, നല്ല ചികിത്സ നടത്താൻ. നമ്മൾ പോവല്ലേ? എനിക്കതിനാകുമെന്ന വിശ്വാസം കുറഞ്ഞു വരുന്നു. ഒരു തോന്നൽ, എന്റെ മക്കളെ ഇനി കാണാനാകില്ലെന്ന്. ഇത്തരം ചിന്തകളൊന്നും വേണ്ട. നമുക്ക് പോകാനാകും. നമ്മുടെ മക്കളെ കാണാനാകും. നാട്ടിൽ ചികിത്സ കഴിഞ്ഞ് രോഗം ഭേദമായിട്ട് നമുക്കിവിടെ തിരിച്ചെത്താനാകും. നമ്മൾ അക്ഷരം പറഞ്ഞുകൊടുത്ത കുട്ടികൾ ഇവിടെ പ്രാർത്ഥനയുമായി കാത്തിരിക്കുന്നത് വെറുതെ ആകില്ല. ഒരു പ്രാർത്ഥനയ്ക്കും ഒരു മരുന്നിനും ഇനി ഒന്നും ചെയ്യാനാകില്ല. അതെനിക്കറിയാം, സുഭദ്രയ്ക്കും അറിയാം. സുഭദ്രയെ തളരരുത്. സുഭദ്രയുടെ ധൈര്യമായിരുന്നു എന്റെ ഇക്കാലം അത്രയുമുള്ള താങ്ങ്. സുഭദ്രയുടെ സ്നേഹം, ശ്രദ്ധ, അതൊന്നും കുറഞ്ഞിട്ടില്ല. അങ്ങയുടെ രോഗം ഭേദമാകും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറയുന്നത് സുഭദ്ര കേൾക്കണം, അനുസരിക്കണം. എന്തിനാണിപ്പോ ഒരു സംശയം? എനിക്കിനി നാട്ടിലെത്താൻ കഴിയില്ല. എന്റെ മരണം ഞാൻ കാണുന്നു, വളരെ അടുത്ത്. അങ്ങനെ സംഭവിച്ചാൽ സുഭദ്ര ദുഃഖിക്കരുത്. എന്റെ ഭൗതിക ശരീരം ഇവിടെ തന്നെ ദഹിപ്പിക്കണം. ഗംഗ അകലെയല്ല, ഗംഗയിൽ ഞാൻ അരിയട്ടെ. സുഭദ്രയെ, സുഭദ്ര നാട്ടിലേക്ക് തിരിച്ചു പോകണം. നമ്മുടെ മക്കൾക്ക് സുഭദ്ര മാത്രമാണുള്ളത്. അച്ഛനില്ലെന്നത് ഒരു കുറവായി അവർക്ക് അനുഭവപ്പെടരുത്. സുഭദ്രയ്ക്കതാകും, കഴിയണം. സ്വന്തക്കാരേക്കാൾ പരിഭ്രമം നിങ്ങൾ അയൽക്കാർക്കും വീട്ടുവേലക്കാരിക്കും ആണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ബോധം പോകുന്നു. ഉണർന്നിരിക്കുമ്പോ തന്നെ ഓർമ്മകളിലാണ്. പരസ്പര വിരുദ്ധമായും ചിലപ്പോൾ സംസാരിക്കുന്നു. ഇതൊക്കെ കൊണ്ടാ ഞാൻ പറഞ്ഞത് സുഭദ്രാമ്മയ്ക്ക് ഇപ്പോ ആവശ്യം മക്കളുടെ സാമീപ്യമാന്ന്. മക്കൾ അടുത്തില്ലെങ്കിൽ നിങ്ങളേലും ബന്ധുക്കളായി നിങ്ങളല്ലയോ അടുത്തുള്ളേ. എനിക്ക് പറ്റില്ല. പണ്ട് എന്നെ കുറെ തീ തീറ്റിച്ചതാ. എനിക്കതൊന്നും മറക്കാനൊക്കില്ല. പോട്ടെ മോളെ, പഴയ കാര്യങ്ങളൊന്നും ഇനിയിപ്പോ ഓർക്കണ്ട. അമ്മ ഒന്നും കേൾക്കില്ല. നിങ്ങൾക്ക് എന്തും പറയാം. അമ്മ ഉണർന്നിരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ മയക്കം തന്നെയാ. ദേ, നീ ഹോം നഴ്സാ എന്ന് പറഞ്ഞ വേലക്കാരി. ആ സ്ഥാനത്തങ്ങ് നിന്നാ മതി. ഈ കിടക്കുന്ന സ്ത്രീയുടെ സഹോദരനാ ഈ നിൽക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ മകളും. എന്ത് പറയണം വേണ്ട എന്ന് തീരുമാനിക്കാൻ അവകാശവും അധികാരവും ഒക്കെ ഞങ്ങൾക്കുണ്ട്. കളപത്മാവതി, അവള് പറയട്ടെ. അമേദ്യം വാരുന്നവൾക്ക് അതിന്റെ അധികാരം കാണും. അതിനല്ലേ എങ്ങുമില്ലാത്ത ശമ്പളം നൽകുന്നത്. ആ ശമ്പളം ഞാനങ്ങ് തിരിച്ചു തരാം. നിങ്ങൾക്കാവോ ഈ പറഞ്ഞ പണി ചെയ്യാൻ? ഞാൻ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഈ അമ്മയെ മരിക്കാൻ വിട്ടിട്ട് നിങ്ങൾ ഓടും. ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും നിൽക്കാതെ. ഉറക്കെ സംസാരിക്കാൻ എല്ലാവർക്കും ആവും. പ്രവൃത്തിയിൽ വരുമ്പോഴേ സ്വഗുണം അറിയൂ. മാലിനി, നമ്മൾ പറയാൻ വന്നതൊന്നും അല്ല പറയുന്നത്.
സാറേ, സുഭദ്രാമ്മയുടെ മക്കളോട് വരാൻ പറ. വന്നേ പറ്റൂന്ന് പറ. അവസാനമായി സുഭദ്രാമ്മ അവരുടെ മക്കളെ ഒന്ന് കണ്ടോട്ടെ. രാവിലെ അമ്മയെ വിളിച്ചിട്ട് വിളി കേട്ടില്ല, കണ്ണും തുറന്നില്ല. അതാ ഞാൻ ഉടനെ സാറിനെ വിളിച്ചത്. കാലം അടുത്തതിന്റെ സൂചനയാ. ഭഗത്തിനും സുഭാഷിനും അതിനു മുമ്പ് എത്താനാകുമോ എന്തോ. അവര് വരുന്നുണ്ടോ? ഏതോ ഗുരുത്വത്തിന് അങ്ങനെ പറയാൻ തോന്നി. ക്രിട്ടിക്കൽ. ഏത് നിമിഷവും സംഭവിക്കാം. വന്നാൽ ഒരു നോക്ക് കാണാം, വൈകിയാൽ ചടങ്ങുകളിലെങ്കിലും പങ്കെടുക്കാമെന്ന്. നാട്ടുകാരെ ബോധ്യപ്പെടുത്താനെങ്കിലും മക്കൾ എത്തണമല്ലോ. ഇല്ലെങ്കിൽ അതും പത്രവാർത്തയാവില്ലേ? സുഭദ്രാമേനോന്റെ അന്ത്യകർമ്മങ്ങളിൽ പോലും മക്കൾ പങ്കെടുത്തില്ല എന്നും പറഞ്ഞു. സാർ എന്നതായി പറയുന്നേ? ഓ, നല്ല അയൽക്കാർ എത്തിയോന്ന് ഞാൻ നോക്കുകയായിരുന്നു. അവസാന സമയത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ അയൽക്കാരൻ ഇല്ലേന്ന്. സാർ ആവശ്യത്തിൽ കൂടുതലൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ ഒരു മയക്കം. ഇതല്പം നീളുന്നു, അത്രേ ഉള്ളൂ. ഓഹോ, വർഗീസ് എന്നാണാവോ ഡോക്ടറായത്? ഇത് ഞങ്ങളുടെയൊക്കെ ആഗ്രഹമാ സാറേ. നിങ്ങൾ തമ്മിൽ എന്തിനാ വാക്ക് തർക്കം? അമ്മയ്ക്കെല്ലാം കേൾക്കാം. മക്കള് വരുന്നുണ്ടോന്നാ അമ്മയ്ക്ക് അറിയേണ്ടത്. വരുന്നുണ്ട്. അവർ തിരിച്ചു കഴിഞ്ഞു എന്ന് ഫോൺ വന്നു. അമ്മേ, 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 അമ്മയുടെ മക്കള് വരുന്നുണ്ട്. അമ്മ കേൾക്കുന്നുണ്ടോ? അമ്മയുടെ മക്കള് വരുന്നു. ആ മനസ്സിൽ ആ പ്രതീക്ഷ മാത്രമാ. തീർച്ചയായും സുഭദ്രാമ അത് കേൾക്കുന്നുണ്ട്. അമ്മേ, അമ്മയുടെ മക്കള് വരുന്നു. അമ്മേ, അമ്മേ. ഒരനക്കം കണ്ണുകളി കണ്ടോ? കർത്താവേ. അമ്മേ, 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 ഭഗത് സാറും സുഭാഷ് സാറും വരുന്നു. അവരെത്തിയോ? അവരെത്തിയോ? എനിക്ക് അവരെ കാണാനാകുന്നില്ലല്ലോ. അവര് പുറപ്പെട്ടു കഴിഞ്ഞു. നാളെ എത്തും. കർത്താവേ, നീ മഹത്വമുള്ളവനാകുന്നു. കുട്ടി, ഓ കുട്ടി ഇങ്ങടുത്തു വാ. എന്താ അമ്മേ? ഞാൻ പറയുന്നത് കുട്ടി കുറിച്ചെടുക്കണം. എന്റെ മക്കൾക്കുള്ളതാ. അവർ വരുമ്പോ എനിക്ക് സംസാരിക്കാൻ കഴിയാതെ വന്നാലോ? അമ്മയ്ക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. അവര് വരുമ്പോ അമ്മയ്ക്ക് സംസാരിക്കാനും ആവും. എന്തോ എനിക്കൊരാശങ്ക. വിചിത്രമായ ചില കാഴ്ചകൾ ഞാൻ കണ്ടു. എന്റെ വരവ് പ്രതീക്ഷിച്ചു നിൽക്കുന്ന ചില അജ്ഞാത രൂപങ്ങൾ, നക്ഷത്രങ്ങൾ പോലെ തിളക്കമുള്ളവ. എന്റെ സമയമായി. അമ്മേ, അമ്മ അധികം സംസാരിക്കണ്ട. കുട്ടിക്ക് പേടിയായോ? പേടിക്കണ്ട, ഞാൻ പറയുന്നത് എഴുതിയെടുക്ക. അമ്മ പറഞ്ഞോളൂ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് അമ്മയുടെ സ്വാഗതം. അമ്മയുടെ സ്നേഹത്തിന്റെ വിളി നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ അമ്മയെ മറന്നുപോയെങ്കിലും അമ്മയ്ക്ക് ഓർക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ സ്നേഹം എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് പ്രിയപ്പെട്ട മക്കളെ. അമ്മേ, അമ്മേ, അമ്മേ. ഹോ, എത്ര ദിവസമെന്ന് വെച്ചാ ഈ കാത്തിരിപ്പ്. ഇല്ലാത്ത സമയം കണ്ടെത്തി ഇവിടെ എത്തിയിട്ടോ? എന്താ പ്രയോജനം? ഞങ്ങൾ എത്തിയത് പോലും അമ്മ അറിഞ്ഞില്ല. അപ്പോഴേക്കും കോമയിലായി. ഒരു കത്തെഴുതി വെച്ചിട്ട്. വിചിത്രം തന്നെ. മെഡിക്കൽ സയൻസിൽ എന്റെ അനുഭവത്തിൽ ഇതാദ്യം. കമ്പനിയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനമില്ല. ടൈം എത്രയാ വേസ്റ്റ് ആയത്? എന്റെ പ്രാക്ടീസോ നിനക്കറിയാമല്ലോ. 4 ദിവസം ഇല്ലാതിരുന്നാൽ ക്ലയൻസ് വേറെ ഡോക്ടറെ തേടി പോവും.
സ്ഥിരം ക്ലയൻസ് ട്രീറ്റ്മെന്റ് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നഷ്ടപരിഹാരത്തിന് കോടതിയിൽ പോയേക്കും. അമ്മാമേ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിന്റെ കാര്യം ശരിയാണെന്ന് വെക്കാം. പക്ഷെ സുഭാഷേ, ഭഗത്തിന്റെ കാര്യം പോലെ അല്ലല്ലോ നിനക്ക്. പാർട്ട്നേഴ്സ് കാര്യങ്ങൾ നോക്കിക്കൊള്ളില്ലേ? പാർട്ട്നേഴ്സ് ആണ് പ്രശ്നം. തട്ടിപ്പിനൊരു അവസരം കിട്ടിയ അതെപ്പോ നടത്തിയെന്ന് ചോദിച്ചാൽ മതി. ആരെയും വിശ്വസിക്കാൻ പറ്റൂല. അതാണ് പ്രശ്നം. ആർക്കും ആരെയും വിശ്വാസമില്ല. പണത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെന്തോ ആട്ടെ, എനിക്കൊന്നേ പറയാനുള്ളൂ. ഇന്നോ നാളെയോ എന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ അമ്മ. മക്കൾക്ക് തുല്യമാകില്ലല്ലോ സഹോദരൻ. അന്ത്യകർമ്മങ്ങൾ മക്കളല്ലേ ചെയ്യേണ്ടത്? മരിക്കാത്ത ഒരാൾക്ക് അന്ത്യകർമ്മം ചെയ്യാൻ പറ്റുമോ? ഭഗത്തെ, നിന്റെ അമ്മയാണ്. നാട്ടുകാർ കേൾക്കണ്ട. നാട്ടുകാർക്ക് എന്തും പറയാം, അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ. അമ്മമ്മേ, ഞങ്ങൾക്ക് ഇനി കാക്കാനൊക്കില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ തിരിക്കുക. ചേട്ടാ, നിങ്ങൾ യാത്ര തിരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് സംഭവിക്കുന്നതെങ്കിലോ? ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത് വരെ സംഭവിക്കാതിരുന്നാൽ രക്ഷപ്പെട്ടു. പിന്നീടായാലും മറ്റുള്ളവർ നോക്കിക്കൊള്ളുമല്ലോ. ഭഗത്തിനേക്കാൾ നിന്റെ അമ്മ നിന്നെയായിരുന്നു സ്നേഹിച്ചത്. അറിയാം അമ്മാമ, പക്ഷെ നിലനിൽപ്പാണ് പ്രശ്നം. എല്ലായിടവും മത്സരമാണ്. ഒന്ന് കണ്ണു തെറ്റിയാ മതി. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി, പരാജയം ഉറപ്പാ. സെന്റിമെന്റ്സിനൊന്നും ഒരു സ്ഥാനവുമില്ല. മറ്റൊരു കാര്യം, ഹോസ്പിറ്റൽ ബില്ലൊക്കെ പേ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോയ ശേഷമാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ എത്ര ചെലവ് വന്നാലും വേണ്ടില്ല, കാര്യങ്ങൾ നന്നായി നടത്തണം. അഡ്വാൻസായി അമ്മാമനെ ഒരു തുക ഏൽപ്പിക്കാം. ബാക്കി എത്രയായെന്ന് അറിയിച്ചാൽ മതി, അത് അയച്ചു തരും. എത്ര ആയാലും പ്രശ്നമില്ല, ഗ്രാൻഡ് ആയിരിക്കണം. മക്കളെ, ഞങ്ങൾ ഇറങ്ങുക. ഇപ്പോഴോ? അതെ. അമ്മ അമ്മ കഴിഞ്ഞു. അമ്മ കണ്ണു തുറന്നു. മക്കള് വന്നോന്ന് ചോദിച്ചു. വന്നോന്ന് പറഞ്ഞപ്പോ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. ഇനിയൊന്നും പറ്റില്ല. വി ആർ ടു ലേറ്റ്. എയർപോർട്ടിലേക്ക് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ട്രാഫിക് ബ്ലോക്ക് ആയാലോ? കൊച്ചേ, അമ്മയോട് ഞങ്ങൾ പോയിന്ന് പറഞ്ഞേരാ. ഒന്ന് കണ്ടിട്ട് ഒരു 5 മിനിറ്റ് എന്നിട്ട് പൊയ്ക്കൂടെ? വർഷങ്ങളോളം കാത്തിരുന്ന് അമ്മ. നോ ടൈം. അയ്യോ ചേട്ടാ, പെട്ടെന്ന് ഒരു നോക്ക് മതി മക്കളെ. ആ ഹൃദയം തണുക്കും. പിന്നെ നിങ്ങൾ പൊയ്ക്കോ. സോറി, ഫ്ലൈറ്റ് മിസ്സാകും. അയ്യോ സാർ, പോവരുത്. നിങ്ങൾക്കെങ്കിലും ഒന്നും മിസ്സാകാതിരിക്കട്ടെ. അമ്മ ഒന്നും മറക്കുന്നില്ല. നാടകം സമാപിക്കുന്നു. രചന എം രാജേന്ദ്ര പ്രസാദ്. സംവിധാനം രാജേശ്വരി മോഹൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: പ്രഭാകര മേനോൻ എം ആർ ഗോപകുമാർ, കരുണാകര മേനോൻ പി സി സോമൻ, വർഗീസ് ഹരികുമാരൻ തമ്പി, ഭഗത് ബി എസ് അജയൻ, സുഭാഷ് കെ പി എസ് സി ലീലാകൃഷ്ണൻ, വിനോദ് നെടുമങ്ങാട് അനിൽ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സുഭദ്ര മേനോൻ ആനന്ദവല്ലി, മാലിനി ദേവി, പത്മാവതി ഗ്രേസി കരമന, മേരി രാജേശ്വരി മോഹൻ. ഭഗത്തിന്റെ ബാല്യം മാസ്റ്റർ സി ജി ആനന്ദ്. സുഭാഷിന്റെ ബാല്യം മാസ്റ്റർ വിഷു എസ് പരമേശ്വർ. മറ്റ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ: രതീഷ് ജെ അയ്യർ, ഡി എസ് രാജീവ്, ജോഷിലാൽ. സാങ്കേതിക സഹായം ജൂലിയറ്റ് ഇ എക്സ്. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, വി എൻ ദീപ.